ശങ്കരാചാര്യരുടെ ഒരു ചിത്രം കൊണ്ട് അനുഗ്രഹീതമായ ഒരു ഹാളിൽ വളരെ അത്ഭുതകരമായ ഒരു മനീഷി, ഭാരതം എന്നതിൽ വെച്ച് മനുഷ്യന് ഇത്രമേൽ ആഴത്തിൽ പഠിക്കാനും അല്ലെങ്കിൽ അനുഗ്രഹിക്കാനും കഴിയുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ നാമധേയം കൊണ്ട് ഒരുപക്ഷെ ഉണ്ടായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു ചിത്രത്താൽ പോലും അനുഗ്രഹീതമായ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത്, പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിലൊന്ന് ഈ ഇതിഹാസകാണ്ഡം എന്ന് പറയുന്ന രാമായണത്തിലെ കഥാപാത്രങ്ങളെ കുറിച്ചുള്ള പുസ്തകമാണെങ്കിൽ, മറ്റൊന്ന് ഈ ഒരു പുസ്തകം സൃഷ്ടി നടക്കാൻ കാരണമായ ഒരു വ്യക്തി, ഉഷ ചേനാസ് എന്ന് പറയുന്ന ഉഷ ചേച്ചിയുടെ അവരുടെ കഠിന പ്രയത്നമാണ് ഈ ഒരു പുസ്തകം സംഭവിച്ചത് എന്നെനിക്കറിയാം. ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും, ഇതിലൊരു ആദ്യ സൂചന വന്നത് മുതലുള്ള ഓരോ ഘട്ടത്തിലും നിരന്തരം ആ ഒരു വിഷയവുമായി സംവദിക്കുകയായിരുന്നു. രാപ്പകലില്ലാതെ ഓടി നടന്ന് അവരുടെ കൂടെ മറ്റ് ഒരുപാട് പേര്, എനിക്ക് അത്ഭുതം തോന്നി, ഇത്രമേൽ ആഴത്തിൽ ഇതിനെ ഒരു കൂടെ നിൽക്കാൻ ഒരാളുകൾ ഉണ്ടായി എന്നുള്ളതാണ്. എപ്പോഴും കുറച്ച് നല്ല മനുഷ്യരുടെ കൂടെ നിൽക്കുമ്പോഴാണ് നമുക്ക് പലതും ആഴത്തിൽ നമുക്ക് പലതും ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആഴത്തിലുള്ള ഒരു കർമ്മം പൂർത്തീകരിക്കുന്നത്, ഏറ്റവും സവിശേഷമായതും ഏറ്റവും പുണ്യമായതുമായ ഒരു കർമ്മം പൂർത്തീകരിക്കുന്നത്, എനിക്ക് അങ്ങനെ ആവുന്നത് എങ്ങനെ എന്നുള്ളത് ചിന്തിക്കുമ്പോൾ ഞാൻ ഈ ഇതിഹാസകാണ്ഡം എന്ന പുസ്തകത്തെ ഞാൻ നോക്കിക്കാണുന്നത്, ഇത് രാമായണം ഇങ്ങനെ കൈക്കൊമ്പിൽ എടുത്തു കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ കോരി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആകത്തുക എന്താണോ അതാണ് ഈ ഇതിഹാസകാണ്ഡം എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം. രാമായണം പൂർണ്ണാർത്ഥത്തിൽ മുഴുവനായിട്ട് പാരായണം ചെയ്യാത്ത മനുഷ്യർക്ക് ഈ ഇതിഹാസകാണ്ഡം ഒന്ന് പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഏറെക്കുറെ രാമായണം എന്താണെന്നുള്ള ഒരു ആദ്യ പടിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനേറ്റവും നല്ല രീതിയിൽ ക്രമീകരിക്കാൻ ഓടി നടന്ന വിശേഷി ഓരോ ഘട്ടത്തിലും, കാരണം ഓരോ പ്രാവശ്യം അതിന്റെ പ്രൂഫ് കറക്റ്റ് ചെയ്തുകൊണ്ട് തിരിച്ച് അയച്ചു തന്നുകൊണ്ട് അതൊന്ന് പരിശോധിക്കണേ, വീണ്ടും ഒന്ന് പരിശോധിക്കണേ എന്ന് പറയുന്ന സമയത്ത് ഞാനത് പരിശോധിച്ച് അതിന്റെ വിവരം വിശേഷിയെ വിളിച്ച് പറയുമ്പോൾ അത് രാത്രിയാണോ പകലാണോ എന്നൊന്നും നോക്കാതെ അതിന് കൃത്യമായിട്ട് മറുപടി പറയുകയും അതിൽ കാര്യമായ അപാകതകളൊന്നും ഉണ്ടാകരുത് എന്ന് കണിശമായി നിഷ്കർഷിക്കുകയും അതിനുവേണ്ടി കഷ്ടപ്പെടുകയും ചെയ്തു അവരെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഇതിന്റെ പുസ്തകം പ്രിന്റിംഗ് കഴിഞ്ഞ് വിൽക്കാൻ വരുന്ന സമയത്ത് വിശേഷിച്ച് രാത്രി ഏകദേശം ഒരു 7 മണി സമയത്ത്, ഈവനിങ് 7 മണി സമയത്ത് വന്നിട്ട് ഏകദേശം 1.5 മണിക്കൂറുകളോളമാണ് സംസാരിച്ചത്. അപ്പോട്ടനുണ്ട്, അപ്പോട്ടൻ കാറിൽ നിന്ന് ഇറങ്ങി പുറത്ത് നിൽക്കുന്നു. ചേച്ചിക്ക് കാലിന്മേൽ ഒരു ചെറിയ മുറിവുള്ളത് കൊണ്ട് പുറത്തിറങ്ങാൻ പ്രയാസമുണ്ടെന്ന് പറഞ്ഞു. ആ കാറിൽ നിന്നുകൊണ്ട് 1.5 മണിക്കൂർ സംസാരിച്ചത്. പക്ഷെ എനിക്ക് അത്ഭുതം തോന്നി, ഇത്ര ആഴത്തിൽ ഒരു മനുഷ്യൻ ഇത്രയും തീവ്രമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അവര് സന്ധിയില്ലാതെയാണ് പലതും ചെയ്തത്. അത് ഈ പുസ്തകത്തിന്റെ വർക്കാണെങ്കിലും ശരി, എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞൊരു വർഷമായിട്ട് ഉഷേച്ച് അത് നിരന്തരം എനിക്ക് തോന്നുന്നത് എന്നെ ക്ഷണിച്ചിരുന്നു, പല പരിപാടികൾക്കും എന്നെ ക്ഷണിച്ചിരുന്നു. കഴിഞ്ഞ കർക്കിടക മാസത്തിലാണ് ഒരു പുസ്തക പ്രകാശനം ചെയ്യാൻ വേണ്ടി ഞാൻ മഞ്ചേരിയിലേക്ക് പോകുന്നത്. ചേച്ചി വിളിച്ചിട്ടാണ് ഞാൻ മഞ്ചേരിയിലേക്ക് പോകുന്നത്. അപ്പൊ ആ ഒരു പുസ്തക പ്രകാശനത്തിന് തൊട്ട് മുൻപ് ആ പുസ്തകത്തിന്റെ രചനാവേളയിലും ആ പുസ്തകത്തിന്റെ നിർമ്മാണ വേളയിലും അതിന്റെ പബ്ലിഷിംഗ് വേളയിലും എല്ലാം ചേച്ചിയായിരുന്നു ആത്യന്തികമായിട്ട് പ്രവർത്തിച്ചിരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ ആ ഒരു പുസ്തകം പിറക്കില്ലായിരുന്നു എന്നുള്ളതാണ്. അവർക്ക് കുറച്ച് ദിവസം മുമ്പേ ആ പുസ്തകം എഴുതിയ കവയിത്രി അവരെ വിളിച്ച് സംസാരിച്ചിരുന്നു. അവരുടെ പരിമിതികളെ, അവരുടെ പ്രശ്നങ്ങളെ, അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷെ അതിനകത്ത് നിന്നുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞത് ഉഷ എന്ന് പറയുന്ന ഒരാളില്ലായിരുന്നെങ്കിൽ എനിക്ക് അത്തരത്തിലുള്ള കർത്തവ്യം ചെയ്യാൻ കഴിയുമായിരുന്നില്ല. മാത്രമല്ല, എന്നെ അടയാളപ്പെടുത്തുന്ന കാലഘട്ടത്തിനും അപ്പുറത്തേക്ക് ഒരു ഞാൻ എന്ന് പറയുന്ന വ്യക്തിയെ ഭൂമിയിൽ അവശേഷിപ്പിക്കാൻ കരുത്തുള്ള പുസ്തകം എന്ന് പറയുന്ന ഒന്ന് എനിക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞത്, പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് ഉഷ എന്ന് പറയുന്ന ഒരാളുള്ളത് കൊണ്ടാണ്. എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉഷയുടെ ആത്മാവ് കൃത്യമായിട്ട് എല്ലാം അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരനിയനെ പോലെ ഹൃദയത്തോട് അത്രമേൽ ആഴത്തിൽ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് അവർ എന്നോട് സംസാരിച്ചിരുന്നത്. അപ്പോൾ തന്നെ അറിയാം, ഒരു വിഷയങ്ങളല്ല പല വിഷയങ്ങളും. പുസ്തകത്തിന്റെ കാര്യമാണെങ്കിൽ പോലും ഞാൻ കാശ്മീരിൽ പോയി വന്ന് റഫീഖിനെ ഞാൻ വിളിക്കാം
വിളിച്ചിട്ട് നമുക്ക് പുസ്തക പ്രകാശനത്തിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം എന്നാണ് എന്നോട് പറഞ്ഞത്. അതും പറഞ്ഞ് ആ വണ്ടിയിൽ കയറിപ്പോയ ആളെ പിന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് അതിൽ വളരെയധികം നമുക്ക് ചിന്തിക്കാനുണ്ട്, ഉൾക്കൊള്ളാനുണ്ട്. നാളെ നമുക്കൊരു കാര്യം ചെയ്യാം എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടി ഇന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യമാണെങ്കിൽ ആരും മാറ്റിവെക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. ഇന്ന് ചെയ്യാനുള്ളത് ഇന്ന് നമ്മൾ രാത്രി കിടന്നുറങ്ങുന്നതിന് മുൻപ് ഇന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യമാണെങ്കിൽ നമ്മൾ ചെയ്ത് തീർത്തിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ വിശേഷിച്ച് ആത്യന്തികമായിട്ട് അതിന്റെ പരിപൂർണമായ ഈ ഒരു പുസ്തകം രൂപപ്പെടുത്തി കഴിഞ്ഞിട്ടാണ് നമ്മിൽ നിന്ന് അകന്നു പോയത്. പക്ഷേ എക്കാലത്തും അടയാളപ്പെടാനും എക്കാലത്തും നമ്മുടെ ഉള്ളിലും മറ്റ് മനുഷ്യർക്കുള്ളിലും ജീവിക്കാൻ കഴിയുന്ന രീതിയിൽ പ്രാപ്തമായ ഒരു കർത്തവ്യം നിർവഹിച്ചുകൊണ്ടാണ് ചേച്ചി കടന്നുപോയിട്ടുള്ളത്. ചേച്ചിയുടെ ദീപ്തമായ ഓർമ്മകൾ എക്കാലത്തും നിലനിൽക്കും എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. കാരണം ഇത് ഒരിക്കലും ഇനി അസ്തമിക്കില്ല. ഒരു അക്ഷരങ്ങൾ പുസ്തക രൂപം പ്രാപിച്ചു കഴിഞ്ഞാൽ അത് അനേക നൂറ്റാണ്ടുകൾ പോലും ഒരുപക്ഷെ അത് നിലനിന്നേക്കാം. ഈ അക്ഷരങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, പുസ്തകങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ആ അക്ഷരങ്ങൾ സൃഷ്ടിക്കുകയും പുസ്തകം സൃഷ്ടിക്കുകയും എല്ലാം ചെയ്തു കഴിഞ്ഞുകൊണ്ട് നമ്മൾ പുറത്തേക്ക് വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് സംഭവിക്കുന്നു എന്നുള്ള അപ്പൊ അത്തരത്തിലുള്ള ഒരു അത്ഭുതം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് എക്കാലത്തും ഓർക്കാനും എക്കാലത്തും ചിന്തിക്കാനും ആ സ്മരണ പുതുക്കാനുമെല്ലാമുള്ള ഒരു സാഹചര്യം ഒരുക്കിയാണ് വിശേഷിച്ച് നമ്മളിൽ നിന്ന് കടന്നു പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചില ജീവിതങ്ങൾ എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല, എത്ര കാലം ജീവിച്ചാലും സ്വാർത്ഥമായ അല്ലെങ്കിൽ നിസ്വാർത്ഥമായി മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും കാരുണ്യത്തോടുകൂടി മറ്റ് മനുഷ്യരെ ചേർത്ത് നിർത്തുകയും എല്ലാം ചെയ്തുകൊണ്ട് ചിലർ നമ്മുടെ ഉള്ളിൽ വെളിച്ചമായിട്ട് ഇങ്ങനെ ജ്വലിച്ചു നിൽക്കും. അത്തരത്തിലുള്ള വലിയൊരു വെളിച്ചമായിട്ട് നമ്മുടെ ഉള്ളിൽ എക്കാലത്തും ജ്വലിച്ചു നിൽക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് മറ്റ് മനുഷ്യർക്ക് മാതൃകയായിക്കൊണ്ടാണ് വിശേഷിച്ച് ജീവിച്ചതും കടന്നുപോയതും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം എന്നിട്ട് ഇടപഴകിയ ആ ഒരു സമയങ്ങൾ, എന്നോട് സംസാരിച്ച സമയങ്ങൾ, വിശേഷിച്ച് സംസാരിക്കുമ്പോൾ സംഭവിക്കുന്ന ആ വാക്കുകൾ അത് ഏത് രീതിയിലായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഒരിക്കലും വിസ്മരിക്കാനാവാത്ത മുഹൂർത്തങ്ങളാണ് സമ്മാനിച്ചിരിക്കുന്നത്. ഇവിടെ പഞ്ചവാദ്യ പരിപാടി നടക്കുന്ന സമയത്ത് അതിന്റെ തലേ ദിവസം എന്നെ വിളിച്ചു, എനിക്ക് എന്തായാലും വരണം, വലിയ പരിപാടിയാണ്, എന്തായാലും പങ്കെടുക്കണം എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ദുഃഖകരമായ ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെ ഓരോ ഘട്ടത്തിലും കൃത്യമായിട്ടുള്ള ഓർമ്മപ്പെടുത്തലുകളും എല്ലാം നടത്തുന്ന ഒരാളാണ്. അനുസ്യൂതമായ നമ്മുടെ ഉള്ളിൽ ഒരു വെളിച്ചവും പ്രഭയായിട്ട് വിശേഷിച്ച് എന്നും ഉണ്ടാവും എന്നുള്ളതാണ്. പുസ്തകത്തെ കുറിച്ച് ഞാൻ ദീർഘമായിട്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഈ പുസ്തകം സംസാരിക്കുന്നത് നമ്മളല്ല, പുസ്തകമാണ് ഈ സംസാരിക്കുന്നത്. നമ്മളോട് സംവദിക്കുന്നത് വ്യക്തി സംവദിക്കുന്ന കാര്യമില്ല. ഈ പുസ്തകം ആഴത്തിൽ ദീപ്തമായിട്ട് തന്നെ നമ്മുടെ മുന്നിൽ സംവദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ചെറിയ ഒരു കുട്ടി മുതൽ വളരെ മുതിർന്ന പക്വതയാർന്ന വാർദ്ധക്യം ബാധിച്ച, വാർദ്ധക്യം എന്ന് പറഞ്ഞ വൃദ്ധൻ അഭിവൃദ്ധി പ്രാപിച്ചവൻ എന്നാണ് പറയുന്നത്. നമ്മൾ വാർദ്ധക്യം എന്ന് പറഞ്ഞ പൊതുവെ നമ്മൾ വിചാരിക്കുന്നത് ഒന്നിനും വയ്യാതെ അവശരായ ഒരാൾ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അല്ലട്ടോ, അത് തികച്ചും തെറ്റാണ്. വാർദ്ധക്യം എന്ന് പറയുന്നത് പൂർണ്ണാർത്ഥത്തിൽ അഭിവൃദ്ധി പ്രാപിച്ച മനുഷ്യരെയാണ്. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ചിന്ത കൊണ്ടും ബുദ്ധി കൊണ്ടും വൈഭവം കൊണ്ടും പ്രവൃത്തി കൊണ്ടും പൂർണ്ണാർത്ഥത്തിൽ അഭിവൃദ്ധി, അതിന്റെ പൂർണ്ണതയിൽ എത്തിയ ആളുകളെയാണ് നമ്മൾ വൃദ്ധരെന്ന് വിളിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ പൂർണ്ണാർത്ഥത്തിൽ അഭിവൃദ്ധി ബാധിച്ച മനുഷ്യർ എഴുതിയ രചനകളാണ് ഇതിനകത്തുള്ളത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, രാമായണം ഇങ്ങനെ കൈക്കൊമ്പിൽ നമ്മൾ ഓരിയെടുത്തതുപോലെ ഉള്ള സവിശേഷമാർന്ന ഒരു കൃതി എന്ന് വേണം ഇതിനെ നമുക്ക് കാണാൻ. മാത്രമല്ല ഈ കൃതിയിൽ പലപ്പോഴും പലരും പല ശ്ലോകങ്ങളും മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ശ്ലോകങ്ങളുടെ അവതരണം ചില കഥാപാത്രങ്ങളൊന്ന് വായിച്ചു പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നും. കാരണം ഇത്ര മനോഹരമായിട്ടാണ് ഇതിനെ സന്നിവേശിപ്പിച്ചിട്ടുള്ളത്. ചിലര് ആ കഥാപാത്രത്തിന് ഏറ്റവും ലളിതമായിട്ട്, അതായത് രാമായണത്തിന് വലിയ പ്രത്യേകത, രാമായണത്തിന് മാത്രമല്ല ഇത്തരത്തിലുള്ള വലിയ ഗ്രന്ഥങ്ങൾക്കൊക്കെ വലിയ പ്രത്യേകതകളുണ്ടെങ്കിൽ അതിഗഹനമാണതല്ല. അത് പെട്ടെന്ന് നമുക്ക് വായിച്ചാൽ ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. നാം വായിച്ചെടുക്കുന്ന അർത്ഥത്തിലായിരിക്കണം അത് എന്നൊന്നുമില്ല.